മരിച്ചുപോയ മാതാപിതാക്കളെ എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? ഒന്ന്, അവരുടെ പേരിൽ സ്വതക്ക കൊടുക്കാം. രണ്ട്, ഒരാള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ നന്നായി തൃപ്തിപ്പെടുത്താം. എന്നാൽ മരിച്ച ഉപ്പയും നമ്മളോട് ഒരു ഇഷ്ടം ഉണ്ടാവും, ഉപ്പാക്കും ഉണ്ടാവും, ഉമ്മാക്കും ഉണ്ടാവും. മൂന്ന്, ഓരോ ഖബർ സിയാറത്ത് ചെയ്യാം. നാല്, മരിച്ചുപോയ മാതാപിതാക്കൾ ജീവിതകാലത്ത് ആരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ അവരെയൊക്കെ സ്നേഹിക്കുക. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് പള്ളിയിൽ ഉസ്താദിന്, അപ്പൊ നമുക്ക് നല്ല ഇഷ്ടമുണ്ടാവും. റമദാനിൽ ആരെങ്കിലുമൊക്കെ വീട്ടിന്റെ വാതിൽക്കൽ വന്നാൽ 10 രൂപ വീതാണ് ഉമ്മ കൊടുക്കല്. പക്ഷെ ആ പെണ്ണുങ്ങൾ വന്നാല് 100, 200 നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഉമ്മ കൊടുക്കാറുണ്ട്. അപ്പൊ അവര് വന്നാല് നമ്മൾ ആ പരിഗണന ഇന്നും കൊടുക്കുക. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു വഴിയിലൂടെ പോകുമ്പോ പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടു. കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി ഈ കഴുത അയാൾക്ക് ഹദിയായിട്ട് കൊടുത്തു. തലയിൽ വെച്ച തലപ്പാവ് എന്നിട്ട് അയാൾക്ക് വെച്ചു കൊടുത്തു. സന്തോഷിപ്പിച്ചിട്ട് അയച്ചു. ശിഷ്യന്മാര് വെച്ച്, ഉസ്താദ് എന്താ അവരെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചേക്കണത്, ഓർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. ഉസ്താദിന് തലപ്പാവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെയുണ്ട്. ഈ മുന്തിയ തന്നെ എന്തിനാ കൊടുത്തത്? ഈ വാഹനം തന്നെ, ഇഷ്ടപ്പെട്ട വാഹനം തന്നെ എന്താ കൊടുത്തത്? അതെ, കാരണം അത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല. എന്താ പ്രത്യേകത ഉള്ളത്? അവരെ എന്റെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്ത്. അതെന്നെ പ്രത്യേകത.